അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ വ്യാഴത്തിൻ്റെ രാശിമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ശരിയല്ല എന്ന് നിങ്ങൾ മെസ്സേജിൽ കൂടെ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. അങ്ങനെയാണെങ്കിൽ തന്നെ അതിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതാണ്. വീഡിയോ മുഴുവൻ കാണാതെ ആരും തന്നെ മെസ്സേജിൽ കൂടെ എനിക്കൊന്നും ഇതുവരെ ഈ യോഗങ്ങൾ കിട്ടിയിട്ടില്ല, ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പാടില്ല. കാരണം ഞാൻ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ എന്തുകൊണ്ട് ഈ യോഗം ലഭിക്കുന്നു എന്ന് പരമാവധി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ശനിയുടെ രാശിമാറ്റം അല്ലെങ്കിൽ രാഹുകേതുക്കളുടെ രാശിമാറ്റം ഇത് പറയുമ്പോൾ കുറച്ച് നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ അവർക്ക് വളരെ അനുഭവമുള്ളത്. മറ്റുള്ള നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ വിപരീത ഫലങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യങ്ങളുമില്ല. വ്യാഴത്തിൻ്റെ മാറ്റമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം ഇപ്പോഴും പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയോ ജാതകമോ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യനെ കാണിച്ചിട്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ ഫലം അറിയുവാൻ ശ്രമിക്കുക. ഇതൊരു പൊതുഫലം മാത്രമാണ് ഞാൻ പറയുന്നത്. വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വർഷമാണ് ഇതിൻ്റെ ഫലം ആ രാശിക്കാർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയുള്ളൂ. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഓരോ രാശിയിലേക്കും വ്യാഴം വരുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത രാശിയിലേക്ക്, അങ്ങനെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ വ്യാഴം മിഥുന രാശിയിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2013 മെയ് മാസത്തിലാണ് ഇതേപോലെ മിഥുനം രാശിയിലേക്ക് വ്യാഴം വന്നു ചേർന്നത്. 2025 മെയ് മാസം 14-ാം തീയതി 10:40 വ്യാഴം മിഥുനം രാശിയിലേക്ക് വരുന്നത്. ഇനി 2037 മെയ് മാസം മാത്രമേ വ്യാഴം മിഥുനം രാശിയിലേക്ക് വരികയുള്ളൂ. ഇത്രയും വലിയ കാലയളവിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ മെയ് 14-ാം തീയതി വ്യാഴം മിഥുനം രാശിയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാർക്കാണ് നല്ല അവസ്ഥ വരുന്നതെന്നും അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മിഥുനം രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ 1-ാം ഭാവം ചന്ദ്രനാണ്. നിങ്ങളുടെ ജന്മത്തിലേക്കാണ് വ്യാഴം വരുന്നത്. നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. ഒരു ഗ്രഹം രാശി മാറി എന്ന് വെച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉന്നമനമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഒരു ഗ്രഹം രാശി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നോക്കാവസ്ഥയിലും വരില്ല. കാരണം ഇതെല്ലാം കർമ്മഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ശനി എന്ന ഗ്രഹം നമുക്ക് ശനിദശയാണ് തരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനീശ്വരൻ നമ്മളെ സഹായിക്കും. സത്യമല്ലെങ്കിൽ നീതി മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ശനീശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകും. നിങ്ങൾക്ക് ശരിയോ അല്ലെങ്കിൽ ദോഷം ഉണ്ടെങ്കിലും ശനീശ്വരൻ നിങ്ങളെ കാത്തുരക്ഷിക്കുന്നത് നമ്മുടെ കർമ്മഫലത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഏത് ഗ്രഹങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നല്ല അവസ്ഥ കൊണ്ടുവരുന്നതും നമ്മളുടെ കർമ്മഫലത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ്. 2025 മെയ് മാസം 14-ാം തീയതി വ്യാഴം മിഥുന രാശിയിൽ പ്രവേശിക്കുമ്പോൾ മിഥുന രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണയോഗങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തിക യോഗം, ദാമ്പത്യ യോഗം, കർമ്മരംഗത്ത് ഉയർച്ച, ഇതൊക്കെയാണ് മിഥുനൻ രാശിയിലെ നക്ഷത്രക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ മിഥുനൻ രാശിക്കാരുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു വ്യക്തി മെസ്സേജിലൂടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. മാർച്ച് 29 കഴിഞ്ഞാൽ ഇവർക്ക് ഈ രാശിക്കാർക്ക് ഏഴകണ്ട ശനിയല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവർക്ക് നല്ല സമയം വരുമെന്ന്. അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ ശനീശ്വരൻ്റെ ഒരു വീഡിയോ ഇട്ടത്. നല്ല രീതിയിൽ ജീവിക്കുന്ന, സത്യസന്ധരായിട്ട് സംസാരിക്കുന്നവരും ജീവിക്കുന്ന ആൾക്കാർക്കാരായാലും ശനി അവർക്ക് വളരെ വലിയ ഉയർച്ച തന്നെ ഉണ്ടായി കൊടുക്കും. അതിനെപ്പറ്റിയാണ് അന്ന് ഞാൻ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ഒരേ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഒത്തിരി പേര് കാണും. അത് ചിലപ്പോൾ ഒരു കോടീശ്വരൻ്റെ മകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു രാജകൻ്റെ മകനായിരിക്കാം. രണ്ടുപേർക്കും ഒരു നക്ഷത്രവും ഒരേ സമയമാണെങ്കിലും എന്തുകൊണ്ടാണ് രണ്ടുപേർക്കും ഇങ്ങനെയൊരു ജന്മം ലഭിക്കുന്നത്? അത് പൂർവികരുടെ ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് സംഭവിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദിവസവും പ്രാർത്ഥിക്കണം.
നമുക്ക് നല്ല സമയമാണെങ്കിലും ചീത്ത സമയമാണെങ്കിലും നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. നമുക്കൊരു ചിലവുള്ള കാര്യമല്ലല്ലോ ഇത്. പ്രാർത്ഥിക്കണം. രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾ രാവിലെ ഓം ഗംഗണപതിയെ നമ 12 വട്ടം ചൊല്ലുക. അതുപോലെ തന്നെ ഓം നമോ നാരായണ അതും 12 പ്രാവശ്യം. സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി ഓം ശ്രീ വെങ്കിടാചലപതിയെ നമ. പിന്നെ 11 വട്ടം ഓം ദാമോദരായ നമ. ഇതൊന്നും നിങ്ങൾ ജപിച്ച് നോക്കി, നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടും. ഇപ്പോൾ നമുക്ക് മിഥുനൻ രാശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചന്ദ്രൻ 28 ദിവസം കൊണ്ടാണ് ഇത്രയും രാശികൾ കിടക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ആ സമയത്ത് നിൽക്കുന്ന മിഥുനക്കൂറിലാണ്. അതുകൊണ്ട് തന്നെ ഗജകേസരി യോഗത്തിന് തുല്യമായ അവസ്ഥയിലാണ് ഈ സമയത്ത് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ. അങ്ങനെ വന്നാൽ മിഥുനക്കൂറിലുള്ള ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക യോഗം, സർവ്വ ഐശ്വര്യം, ദാമ്പത്യ സൗഖ്യം എന്നീ ഗുണങ്ങളാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. കാരണം 12-ലുണ്ടായിരുന്ന വ്യാഴം നിങ്ങളുടെ ജന്മത്തിലോട്ട് വരികയാണ്. അതുമൂലം നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം മാറി സർവ്വ ഐശ്വര്യം വരാൻ പോവുകയാണ്. എങ്ങനെ മാറാൻ പറ്റും? അല്ലെങ്കിൽ പറഞ്ഞാൽ മാറാൻ പറ്റുന്ന കാര്യമാണിത്. എന്തുകൊണ്ടും ഇതിനെക്കുറിച്ചുള്ള നക്ഷത്രക്കാർക്ക് വളരെയേറെ സാമ്പത്തിക ഉയർച്ചയും മഹാഭാഗ്യങ്ങളും വന്നു ചേരാൻ പോകുന്ന സമയമാണ്. അടുത്തത് കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കാണ് ഈ യോഗം വരാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യാഴം 9-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കർമ്മത്തിലേക്കാണ് വരുന്നത്. അതായത് തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. അതായത് നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറി അതിൽ ഒരു സ്ഥിരത, ജോലിയിൽ ഒരു സ്ഥിരത നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നവർക്ക് ആ ജോലി ലഭിക്കുവാനും ജോലിയിൽ നിന്നും മാറ്റപ്പെട്ടവർക്ക് ആ ജോലിയിൽ സ്ഥിരത നേടുവാനും സാധിക്കും. അതായത് സസ്പെൻഷനിലോ ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ജോലിയിൽ നമുക്ക് പിന്നെ വീണ്ടും കയറുവാൻ സാധിക്കും. അതുമൂലം തന്നെ വമ്പിച്ച ധനയോഗം ഉണ്ടാകും. നിങ്ങൾക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കും. കുടുംബത്ത് സമാധാനം നിലനിൽക്കും. വീട്ടിലും നാട്ടിലും വളരെയേറെ പേരും പ്രശസ്തിയും ലഭിക്കും. കാരണം 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം കർമ്മത്തിൽ വരുന്നത് കൊണ്ടാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത്. ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തത് ധനിക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ഈ യോഗം വന്നു ചേരുന്നത്. ഇവർക്ക് യോഗം ലഭിക്കാനുള്ള കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി നേരെ ഈ രാശിയിലെ നക്ഷത്രക്കാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. വ്യാഴം 7-ാം ഭാവത്തിലാണ് വരുന്നത്. അതുമൂലം ധനയോഗം, കുടുംബത്തെ അഭിവൃദ്ധി, ശത്രുക്ഷയം ഇവയെല്ലാം ലഭിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കും. അതായത് മക്കളുടെ വിവാഹമോ അല്ലെങ്കിൽ സഹോദരികളുടെയൊക്കെ വിവാഹങ്ങൾ കുടുംബത്ത് നടക്കും. മനസ്സിന് സൗഖ്യം ലഭിക്കും. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക ക്ലേശങ്ങളെല്ലാം തന്നെ മാറും. മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഇതുവരെ ഉണ്ടായിരുന്ന പിണക്കങ്ങളും വഴക്കും ദേഷ്യങ്ങളും എല്ലാം വിട്ടുമാറി നല്ലൊരു കുടുംബജീവിതമായിരിക്കും നിങ്ങൾക്കിനി വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ വളരെയധികം ഉയർച്ചയായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടും കന്നിക്കൂറിലെ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണമായിരിക്കാം ഇനി വരാൻ പോകുന്നത്. അടുത്തത് മീനക്കൂറുകാർക്കാണ് ഈ യോഗം വരുന്നത്. നിങ്ങൾക്ക് ഇതുവരെ വ്യാഴം 3-ലായിരുന്നു നിന്നിരുന്നത്, അത് 4-ലേക്ക് വരികയാണ്. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് ഈ രാശിയിലുള്ളവർ. ഈ നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഇനി ലഭിക്കാൻ പോകുന്നത്. അതായത് സാമ്പത്തിക സൗഖ്യം, കുടുംബ സൗഖ്യം, ഇതുപോലുള്ള വലിയ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. സ്ഥിരമായി ജോലി ഇല്ലായിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ഒരു സ്ഥിര ജോലി ലഭിക്കുന്നതായിരിക്കും. അതുതന്നെ ഒരു വലിയ കാര്യമായിരിക്കുമല്ലോ. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെയായിട്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു വളർച്ചയില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണെങ്കിൽ, ഈ നക്ഷത്രക്കാരിൽപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ, അതായത് ബിസിനസ് വിപുലീകരിക്കാൻ പറ്റാതെ, പൊങ്ങി വരാൻ പറ്റാതെ ഇങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ കുറിച്ചു വെച്ചോ, 1 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഏറ്റവും ഉയരത്തിലെത്തിയിരിക്കും. 100% ഉറപ്പാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതൊരു പൊതുഫലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരത്തെ തൊട്ടേ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ജ്യോത്സ്യനെ കാണാനും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാനും പറയുന്നത്. ചിലപ്പോൾ ചെറിയ ദോഷഫലങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഒരു ജ്യോത്സ്യൻ പറയുന്നതനുസരിച്ച് ചെറിയ വഴിപാടുകളൊക്കെ നടത്തുവാണെങ്കിൽ
നമുക്ക് നമ്മളെ അത് നേരത്തെ മുൻകൂട്ടി അറിയാൻ സാധിക്കുവാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. കാര്യം ഏത് ശനി ഉണ്ടെങ്കിലും ശരി, നമുക്ക് അതിനനുസരിച്ചുള്ള വഴിപാടുകൾ നമ്മൾ ചെയ്താൽ, ശനി ദോഷമുള്ളവർ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുവാനാണ് പറയുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ഒരു വഴിപാട് നടത്തിയാൽ മാറി കഴിഞ്ഞാൽ, ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈ ഫലം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഈ 14 ഒരു ഡേറ്റ് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഈ ഫലം അനുഭവിക്കില്ല. ഈ ഗ്രഹങ്ങളുടെ എല്ലാ മാറ്റങ്ങൾ വന്ന് നമ്മുടെ ജീവിതത്തിൽ മാറി വരാൻ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ എടുക്കും. 1 വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഫലം ലഭിക്കുക എന്ന് വെച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞ ഡേറ്റിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ എന്നെ മെസ്സേജിൽ കൂടി വിളിച്ചൊന്നും പറയരുത്. നിങ്ങൾ കാത്തിരിക്കുക. എല്ലാവർക്കും നല്ല സമയങ്ങളായിരിക്കും വരുന്നത്. നമുക്കറിയാമല്ലോ, എല്ലാവരും ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കോടീശ്വരന്മാരെല്ലാം തന്നെ ജനിച്ചത് തന്നെ എല്ലാവരും കോടീശ്വരന്മാരായിട്ടല്ലല്ലോ. എല്ലാവർക്കും നല്ലൊരു സമയം കാണും, എല്ലാവർക്കും ഒരു മോശം സമയം കാണും. എന്നിരുന്നാലും നിങ്ങൾ മുടക്കാതെ ക്ഷേത്രദർശനം നടത്തുക, ക്ഷേത്രത്തിൽ ചെല്ലുക, പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാടോ കുറച്ച് പൂക്കളോ എണ്ണയോ തിരിയോ എന്തെങ്കിലും വെച്ച് ആത്മാർത്ഥമായിട്ട് മനമൊരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരും. എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് സർവേശ്വരനായ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.